ഇതാണ് ഡെല്ല. ഡെല്ലയ്ക്ക് തിരുക്കുടുംബത്തോട് എന്ത് ഇഷ്ടമാണെന്നോ. തിരുക്കുടുംബത്തോട് പ്രാർത്ഥിക്കാനും അവരെ സ്വപ്നം കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡെല്ലയ്ക്കൊരാഗ്രഹം യൗസേപ്പ് പിതാവിനോടും മാതാവിനോടും ഈശോയോടും ചേർന്ന് തിരുക്കുടുംബത്തിലെ 4ാമത്തെ അംഗമായി ജീവിക്കാൻ. നടക്കുന്ന കാര്യമാണോ? എന്നാൽ ഈശോ അവളുടെ ആഗ്രഹം കണ്ടു. ഒരു രാത്രി ഡെല്ലയുടെ മുറിയിൽ അവളുടെ കാവൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടു. ഡെല്ലയുടെ കയ്യിൽ മുറുകെ പിടിച്ച് തിളങ്ങുന്ന നക്ഷത്രങ്ങളോടെ അവർ പറന്ന് പറന്ന് നസ്രത്തിലെത്തി. അങ്ങനെ നസ്രത്തിൽ തിരുക്കുടുംബത്തോടൊപ്പം ഡെല്ല ജീവിക്കാൻ തുടങ്ങി. എന്ത് രസമാണെന്നോ. ഡെല്ല യൗസേപ്പ് പിതാവിനെ ആശാരിപ്പുരയിൽ സഹായിക്കും, മാതാവിനെ അടുക്കളയിൽ സഹായിക്കും, ഈശോയോടൊപ്പം ആടുകളെ മേയ്ക്കാൻ പോകും. ഒരു നല്ല കുട്ടിയായി ജീവിക്കാൻ, വിശുദ്ധിയിൽ വളരാൻ തിരുക്കുടുംബം അവളെ പഠിപ്പിച്ചു. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണമെന്നും നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് എങ്ങനെ ക്ഷമിക്കണമെന്നും ചെറിയ കാര്യങ്ങൾ എങ്ങനെ വലിയ അഭിഷേകത്തോടെ ചെയ്യാനാകുമെന്നും കുടുംബ ബന്ധങ്ങൾ എങ്ങനെ ശക്തമാക്കാമെന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും മാതാവിനോട് എപ്പോഴും ചേർന്നായിരിക്കാനുള്ള ഒരു കുറുക്ക് വഴിയും അവൾ പഠിച്ചു. തൻ്റെ കഴിവുകൾ കണ്ടെത്തി ദൈവമഹത്വത്തിനും അവളുടെ വളർച്ചയ്ക്കുമായി അതെങ്ങനെ ഉപയോഗിക്കാമെന്ന് അവൾ മനസ്സിലാക്കി. ദൈവസ്നേഹത്തെ പ്രതി ത്യാഗങ്ങൾ ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഊഷ്മളമായ സ്നേഹം അവൾ അനുഭവിച്ചറിഞ്ഞു. അവളുടെ ഹൃദയത്തിൽ ഒരു നസ്രത്ത് ഭവനം പടുത്തുയർത്തി തിരുക്കുടുംബത്തോട് ചേർന്ന് എങ്ങനെ ഓരോ നിമിഷവും ജീവിക്കാമെന്ന് അവൾ കണ്ടെത്തി. ഡെല്ലയുടെ ഈ രസകരമായ കഥകൾ നിങ്ങൾക്കും അറിയണ്ടേ? വായിക്കൂ ഡെല്ല ഇൻ നസ്രത്ത്. ഈ പുസ്തകം മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. sofiabai.com, നസ്രത്ത് ഫാമിലി റിട്രീറ്റ് സെൻറ്റർ കറൂറ്റി എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. The e-book version is available on amazon.com. ഡെല്ലയെ പോലെ തിരുക്കുടുംബത്തിലെ 4ാമത്തെ അംഗമായി ജീവിക്കാൻ നമുക്കും കഴിയും. ഈശോ മറിയം യോസേപ്പിൻ കൂടെ വരൂ, ഈശോ മറിയം യോസേപ്പിൻ ഹൃത്തിൽ വാഴൂ.